രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറ്റത്തെ തുടർന്ന് കോൺഗ്രസ് സർക്കാർ വീഴുമെന്ന് കരുതിയ ഹിമാചൽ പ്രദേശിൽ ഡി.കെ. ശിവകുമാറിന്റെ ഇടപെടൽ രക്ഷിച്ചു. ഇന്നിവിടെ താരം ഡി.കെയാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിനെതിരെ നിന്ന പി.സി.സി പ്രസിഡന്റിനെയും ഒന്നിച്ചു നിർത്തി കോൺഗ്രസ് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ഷിംലയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. തന്റെ രാജിവാർത്ത അസത്യമാണെന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവും പറഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളെയും എം.എൽ.എമാരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശവും നൽകി. സർക്കാരിനെ സഹായിക്കാൻ പി.സി.സി പ്രസിഡന്റിനോടും ഡി.കെ. ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രശ്നപരിഹാര സമിതി നിർദ്ദേശിച്ചു. ഹിമാചലിലെ പ്രശ്നപരിഹാരങ്ങൾക്ക് 6 അംഗ ഏകോപന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി, പി.സി.സി പ്രസിഡന്റ്, ഉപമുഖ്യമന്ത്രി എന്നിവരും അംഗമാകുന്നതാണ് ഈ സമിതി. 5 വർഷം ഹിമാചലിൽ കോൺഗ്രസ് സർക്കാർ ആയിരിക്കുമെന്ന് ഡി.കെ. ശിവകുമാർ അറിയിച്ചു. ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമര ഹിമാചലിൽ നടക്കാൻ പോകുന്നില്ല. എല്ലാ എം.എൽ.എമാരെയും മുഖ്യമന്ത്രിയെയും പി.സി.സി അധ്യക്ഷന്മാരെയും പ്രത്യേകം കണ്ട് സംസാരിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് വൻ വിജയം നേടുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും വിജയിക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന് പി.സി.സി പ്രസിഡന്റ് പ്രതിഭ സിംഗ് പറയുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ദൗർഭാഗ്യകരമാണെന്നും സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ എ.ഐ.സി.സി നിയോഗിച്ച നിരീക്ഷക സമിതിയോട് സംസാരിച്ചുവെന്നും അവർ വ്യക്തമാക്കി. തന്റെ രാജിവാർത്ത അടിസ്ഥാനരഹിതമായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഖു പറഞ്ഞത്. വിമതർക്ക് തിരികെ വരാമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കൂറുമാറി ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് എം.എൽ.എമാരെ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനി കഴിഞ്ഞ ദിവസം അയോഗ്യരാക്കിയിരുന്നു. രജീന്ദർ റാണ, സുധീർ ശർമ്മ, ഇന്ദർദത്ത് ലഖൻപാൽ, ദേവീന്ദർ കുമാർ ഭുട്ടോ, രവി താക്കൂർ, ചേതന്യ ശർമ്മ എന്നിവരാണ് അയോഗ്യരായ എം.എൽ.എമാർ. കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച 6 എം.എൽ.എമാർ കൂറുമാറ്റ നിരോധന നിയമം ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിയമസഭാ അംഗത്വം റദ്ദാക്കുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. കോൺഗ്രസിന് ഉറച്ച ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് പാർട്ടിയുടെ 6 എം.എൽ.എമാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 3 സ്വതന്ത്രരും കൂറുമാറിയതോടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഘി പരാജയപ്പെട്ടിരുന്നു. കേവലം 25 എം.എൽ.എമാരുള്ള ബി.ജെ.പി ഹിമാചൽ പ്രദേശ് സർക്കാരിനെ അട്ടിമറിക്കാൻ അധിക സമയം പ്രവർത്തിക്കുകയാണോ എന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. അയോഗ്യരാക്കപ്പെട്ട 6 എം.എൽ.എമാരെ ഒഴിവാക്കിയാൽ 62 അംഗ സഭയിൽ കോൺഗ്രസിന് ഇപ്പോൾ 34 എം.എൽ.എമാരാണുള്ളത്. കോൺഗ്രസിനെ പിന്തുണച്ച 3 സ്വതന്ത്ര എം.എൽ.എമാരും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിരുന്നു.